നമ്മൾ ഇന്നലെ ഈ പാഠത്തിൽ പ്രധാനപ്പെട്ട 8 കാര്യങ്ങൾ പഠിച്ചിരുന്നു. ഇന്ന് എല്ലാ ഒരു 3 ദിവസം 4 ദിവസം നിങ്ങൾ 15 മിനിറ്റ് മാത്രമേ പഠിക്കണ്ടൂ. ഓക്കെ, എപ്പോഴെങ്കിലും സൗകര്യം ഉള്ളപ്പോഴാണ് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ നോട്ടൊന്നും വെരിഫൈ ചെയ്യാൻ വരുന്നതല്ലല്ലോ, അതുകൊണ്ട് ഏതെങ്കിലും റഫ് നോട്ടിൽ എഴുതണം, പഠിക്കണം. ഓക്കെ, നമുക്ക് ഇന്നത്തെ കാര്യങ്ങളിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ആദ്യമായി പഠിക്കുന്നത് കോമ്പോസിറ്റ് ലൈറ്റ്, സമന്വിത പ്രകാശം എന്താണ്. അപ്പോൾ നമ്മൾ റെഡും ഗ്രീനും ബ്ലൂവും ലൈറ്റുകൾ ചേർന്നാൽ വൈറ്റ് ലൈറ്റ് ആകുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒന്നിലധികം ഘടക വർണ്ണങ്ങൾ ചേർന്ന് ഉണ്ടാകുന്ന എല്ലാ പ്രകാശത്തെയും കോമ്പോസിറ്റ് ലൈറ്റ്, സമന്വിത പ്രകാശം എന്നാണ് പറയുക. അപ്പോൾ കോമ്പോസിറ്റ് ലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എനി ലൈറ്റ് കമ്പോസ്ഡ് ഓഫ് മോർ ദാൻ വൺ കളർ. എനി ലൈറ്റ്, any ray of light composed more than one, 2 or more colors. വെരി ഗുഡ് എക്സാമ്പിൾ ആണ് നമ്മുടെ സൺലൈറ്റ്, സൺറേ. സൺറേക്കകത്ത് 7 കളറുണ്ട്. സൺലൈറ്റിനകത്തുള്ള കളറുകൾ വിബ്ജിയോറാണ്. വയലറ്റ് മുതൽ റെഡ് വരെയുള്ള കളറുകളാണ്. ഈ 7 കളറുകൾ ചേർന്നതാണ് ദൃശ്യപ്രകാശം, സൂര്യപ്രകാശം. അപ്പോൾ സൂര്യപ്രകാശം ഒരു കോമ്പോസിറ്റ് ലൈറ്റ് ആണ്. ഈ കോമ്പോസിറ്റ് ലൈറ്റ് സൂര്യപ്രകാശത്തിൽ 7 വിവിധ തരം വേവ് ലെങ്തുകളുള്ള റേകളുണ്ട്. ഏറ്റവും സ്ട്രെങ്ത് കുറഞ്ഞത് വയലറ്റ് ആണ്, ഏറ്റവും സ്ട്രെങ്ത് ഉള്ള റേ റെഡ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് കോമ്പോസിറ്റ് ലൈറ്റ്? ഒരു എക്സാമ്പിൾ മനസ്സിലായില്ലേ? ഒന്നിൽ അധികം ഘടകവർണ്ണങ്ങൾ, 2 അതിലധികമോ ഘടകവർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന ഏത് പ്രകാശവും സമന്വിത പ്രകാശമാണ്. സൂര്യപ്രകാശം അതിനൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. 10ാമത്തെ കാര്യം ഡിസ്പെർഷൻ, പ്രകീർണനം. പ്രകീർണനം എന്താണ്? ഡിസ്പെർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കോമ്പോസിറ്റ് ലൈറ്റ് മോർ ദാൻ 1 കളർ റേസ് ഉണ്ട് അതിനകത്ത്. ഒരു ദൃശ്യപ്രകാശം, അതായത് സൂര്യപ്രകാശത്തിനെ നമ്മൾ ഒരു പ്രിസത്തിലൂടെ കടത്തിവിട്ടാൽ അത് മറുഭാഗത്ത് 7 വർണ്ണങ്ങളായി തീരും. ഇങ്ങനെ ഒരു സമന്വിത പ്രകാശം അതിൻ്റെ ഘടക വർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രവർത്തനമാണ് പ്രകീർണനം. ഒരു സമന്വിത പ്രകാശം അതിൻ്റെ ഘടക വർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രവർത്തനം. Splitting of a composite light into its constituent colors is called dispersion. What is meant by dispersion? Splitting of a composite light, here sunlight. സൺലൈറ്റിന് ഇവിടെ സ്പ്ലിറ്റിംഗ് നടക്കുന്നു, എന്നിട്ട് 7 കളേഴ്സായി പുറത്തേക്ക് വരും. ഈ പ്രവർത്തനത്തിന്റെ പേരാണ് ഡിസ്പേർഷൻ അഥവാ പ്രകീർണനം. ഇങ്ങനെ പ്രകീർണനം നടന്നാൽ സൺറേക്കാണ് പ്രകീർണനം നടക്കുന്നതെങ്കിൽ വളരെ സ്ട്രെങ്ത് കുറഞ്ഞ, ആവൃത്തി കുറഞ്ഞ വയലറ്റ് ഏറ്റവും താഴെയും ആവൃത്തി കൂടിയ റെഡ് ഏറ്റവും മുകളിലുമാണ് ഉണ്ടാവുക. തരംഗദൈർഘ്യം കൂടിയ റെഡ് മുകളിലും കുറഞ്ഞ റെഡ് വയലറ്റുമാണ് ഉണ്ടാവുക. അപ്പൊ തരംഗദൈർഘ്യം കുറയുന്നത് കൊണ്ടാണ് അത് താഴേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രെങ്ത് ഏറ്റവും കൂടിയ റേ റെഡാണ്, ഏറ്റവും കുറഞ്ഞത് വയലറ്റ്. ഇനി നമ്മൾ പഠിക്കാനുള്ളത് റെയിൻബോ ആണ്. റെയിൻബോ മഴവില് നിങ്ങൾ കാണാത്തവരുണ്ടാവുകയില്ല, റെയിൻബോ കണ്ടിട്ടുണ്ടാവും. എന്താണ് ഈ റെയിൻബോ? റെയിൻബോ എന്താണെന്ന് ചോദിച്ചാൽ അന്തരീക്ഷത്തിൽ കാണുന്ന വില്ലിന്റെ ആകൃതിയിലുള്ള 7 കളേഴ്സ് കോമ്പിനേഷൻ ആണ്.
എ കോമ്പിനേഷൻ ഓഫ് 7 colors that we can see in the atmosphere in the form of a bow. ബോയിന്റെ ആകൃതി 7 കളേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ ചിലപ്പോൾ കാണാറുണ്ട്. അത് എപ്പോഴുണ്ടാവുക? ജസ്റ്റ് ആഫ്റ്റർ ദ റെയിൻ ഓർ ജസ്റ്റ് ബിഫോർ ദ റെയിൻ. ഒന്നെങ്കിൽ മഴയ്ക്ക് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ മഴയ്ക്ക് തൊട്ട് ശേഷം. അങ്ങനെ മഴയ്ക്ക് തൊട്ട് മുമ്പോ മഴയ്ക്ക് ശേഷമോ അന്തരീക്ഷത്തിൽ കാണുന്ന ബോയുടെ ആകൃതിയുള്ള, വില്ലിന്റെ ആകൃതിയിലുള്ള ഒരു 7 കളേഴ്സ് കോമ്പിനേഷനാണ് റെയിൻബോ. റെയിൻബോയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എപ്പോഴും ചോദ്യപേപ്പറിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ റെയിൻബോ എന്താണെന്ന് മനസ്സിലായല്ലോ? എ കോമ്പിനേഷൻ ഓഫ് 7 colors that we can see in the atmosphere in the form of a bow just after the rain or just before the rain. ഒന്നെങ്കിൽ കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മൾ ഈ റെയിൻബോ കാണുന്നത്. ഇനി എങ്ങനെയാണ് റെയിൻബോ ഉണ്ടാകുന്നത് നോക്കുക. അറ്റ്മോസ്ഫിയറിൽ ഉള്ള വളരെ നോർമൽ ആയിട്ടുള്ള, വളരെ ടൈനി ആയിട്ടുള്ള വാട്ടർ പാർട്ടിക്കിൾസിലേക്ക് സൂര്യപ്രകാശം കടന്നു വരും. അല്പം വലിയതായി ഞാൻ വരച്ചാൽ, ഈ സൂര്യപ്രകാശം കടന്നു വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ അതിന് ഒരു അപവർത്തനം സംഭവിക്കുന്നു. അങ്ങനെ അപവർത്തനം സംഭവിച്ച് ഇവിടെ എത്തുന്നു. ഇവിടുന്ന് ഒരു പൂർണ്ണാന്തര പ്രതിഫലനം സംഭവിച്ച് ഇവിടെ എത്തുന്നു. ഇവിടുന്ന് വീണ്ടും അപവർത്തനം സംഭവിച്ച് പുറത്തേക്ക് വരുന്നു. ഇപ്പൊ എന്തൊക്കെ വരുന്നുണ്ട്? ഒരു റിഫ്രാക്ഷൻ, ഒരു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ഒരു റിഫ്രാക്ഷൻ. ഇങ്ങനെ 2 റിഫ്രാക്ഷനും ഒരു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും നടന്ന് ഈ റേ പുറത്തേക്ക് വരുമ്പോൾ ഇത് 7 കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇങ്ങനെയാണ് റെയിൻബോ ഉണ്ടാകുന്നത്. ഇത് ഒരു വാട്ടർ പാർട്ടിക്കിളിലല്ല, ലക്ഷക്കണക്കിന് വാട്ടർ പാർട്ടിക്കിളിലൂടെ കടന്നു വരുന്ന സൺറേക്ക് ഇങ്ങനെ ഇപ്പൊ ജലകണികകളിലൂടെ സൂര്യപ്രകാശം കടന്നു വരുമ്പോൾ അതിന് 2 അപവർത്തനവും ഒരു പൂർണ്ണാന്തര പ്രതിഫലനം സംഭവിക്കുന്നു. ഇവിടെ അപവർത്തനം, ഇവിടെ അപവർത്തനം, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു പൂർണ്ണാന്തര പ്രതിഫലനം. റിഫ്രാക്ഷൻ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ. ഈ 3 പ്രോസസ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ സൺറേ അതിന്റെ 7 കളേഴ്സായി സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ റെയിൻബോ ഉണ്ടാകുന്നത്. റെയിൻബോ ഉണ്ടാകുന്നത് എങ്ങനെയാ? അന്തരീക്ഷത്തിലെ ജലകണികകളിലൂടെ കടന്നു വരുന്ന സൂര്യപ്രകാശത്തിന് 2 അപവർത്തനവും ഒരു പൂർണ്ണാന്തര പ്രതിഫലനം സംഭവിക്കുന്നു. ശേഷം പുറത്തേക്ക് വരുമ്പോൾ അത് അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്നു. ഇതാണ് മഴവില്ലിന് കാരണം. മഴവില്ലിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടത്? അന്തരീക്ഷത്തിലെ അതിസൂക്ഷ്മ ജലകണികകളിലൂടെ കടന്നു വരുന്ന സൂര്യപ്രകാശത്തിന് 2 അപവർത്തനവും ഒരു പൂർണ്ണാന്തര പ്രതിഫലനവും സംഭവിക്കുന്നു. അതിനുശേഷം പുറത്തേക്ക് വരുമ്പോൾ അത് 7 വർണ്ണങ്ങളായി വേർതിരിയുന്നു. ഇതാണ് മഴവില്ലിന് കാരണം. അപ്പൊ മഴവില്ലിന് കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ? മഴവില്ല് ഇത്രയും കാര്യങ്ങൾ ഇന്ന് നല്ലോണം പഠിക്കുക. നമ്മൾ ഈ കാര്യത്തിൽ 28 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ 11 കാര്യങ്ങളാവും. ഇനി ചെറിയ ചെറിയ കാര്യങ്ങളാണ് ബാക്കിയുള്ളത്. നമുക്ക് നാളത്തെ ക്ലാസ്സിൽ